പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക വിതച്ച ഇസ്രായേലിന് നേരെ യമനിൽ നിന്ന് ഹൂത്തികളുടെ ആക്രമണം. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. നാശനഷ്ടങ്ങളില്ലാതെ ആകാശത്തു വെച്ച് തന്നെ മിസൈലുകൾ തകർക്കാൻ സാധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ആക്രമണം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് പ്രതിരോധ മന്ത്രി നൽകി. ഇസ്രായേലിനെ ലക്ഷ്യം വയ്ക്കുന്നത് തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രി പറഞ്ഞു. 2023 ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീന് പിന്തുണയുമായി ചെങ്കടലിൽ ഇസ്രായേലിന്റെ യുദ്ധക്കപ്പലുകൾക്കും വാണിജ്യ കപ്പലുകൾക്കും നേരെ ഹൂത്തികൾ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം മിസൈലുകളും ലക്ഷ്യത്തിലെത്താതെ തടയാൻ ഇസ്രായേൽ സൈന്യത്തിനും US നാവികസേനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന 12 ദിവസത്തെ സംഘർഷത്തിൽ ഹൂത്തികളും പങ്കുചേർന്നിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് അമേരിക്ക കൂടി യുദ്ധം മുഖത്തേക്ക് വന്നതിന് പിന്നാലെ ഹൂത്തികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു.